റഷ്യ ഉക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇപ്പോൾ ഒരു വലിയ സൈനിക നീക്കത്തിനൊരുങ്ങുകയാണ് റഷ്യ. ഇതിന്റെ ഭാഗമായി നാറ്റോ രാജ്യമായ പോളണ്ട് അവരുടെ അതിർത്തി അടച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ലിത്വാനിയയും അവരുടെ അതിർത്തി അടച്ചിരിക്കുകയാണ്. സ്പാഡ് 2025 എന്നാണ് ഈ സൈനിക അഭ്യാസത്തിന്റെ പേര്. ഇത് മുമ്പും നടന്നിട്ടുണ്ട്. 2021 അവസാനമായി നടന്നത്. ഇത്തവണ ഈ സ്പാഡ് 2025 സൈനിക അഭ്യാസത്തിൽ റഷ്യയെ കൂടാതെ ബെലാറസ്, ഒപ്പം തന്നെ ഇന്ത്യ, ചൈന, ഇറാൻ അങ്ങനെ 20ഓളം രാജ്യങ്ങളിലെ അംഗങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു. റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈനികരെ ഇതിലേക്ക് അയക്കുന്ന ബെലാറസ് ആണ്. ബെലാറസും റഷ്യയും ഒക്കെ പോളണ്ടുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. റഷ്യയുടെ ഒരു ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾ ഒന്നാണ് ഈ ബെലാറസ്. ഏതായാലും ഇതോടുകൂടി തന്നെ നാറ്റോ രാജ്യങ്ങൾ അപകടമണത്തിരിക്കുന്നു. നാറ്റോ രാജ്യങ്ങളും സമാന്തരമായിട്ടൊരു സൈനിക അഭ്യാസത്തിന് പോളണ്ടിലും ലിത്വാനിയയിലും തുടക്കം കുറിക്കും എന്നവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും 20 രാജ്യങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് റഷ്യ ഈ ഒരു വലിയ രീതിയിൽ തന്നെയുള്ള സൈനികാഭ്യാസം ആരംഭിക്കുന്നത്. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സൈനികാഭ്യാസമാണ്. ഈ അഭ്യാസത്തിൽ ഇന്ത്യയിൽ നിന്ന് 65 അംഗ സംഘം റഷ്യയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കുമയോൺ റെജിമെന്റിൽ നിന്നുള്ള ഒരു ബറ്റാലിയനും ഒപ്പം തന്നെ നാവികസേനയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ഒക്കെ സൈനികരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു സൈനികാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം 2021 നടന്ന സൈനികാഭ്യാസത്തിൽ റഷ്യ ഈ പങ്കെടുത്ത സൈനികരുടെ എണ്ണം കുറച്ചു കാണിച്ചു എന്നൊരു പരാതിയുണ്ട്. കാരണം ഇങ്ങനെ സൈനികാഭ്യാസം നടക്കുമ്പോൾ അതിൽ നിരീക്ഷകരെ ഏർപ്പെടുത്താറുണ്ട് വിവിധ രാജ്യങ്ങൾ. ആ നിരീക്ഷകർ നൽകിയ റിപ്പോർട്ട് തെറ്റായിരുന്നു എന്ന് നാറ്റോ സഖ്യം പറയുന്നുമുണ്ട്. ഇപ്പോൾ ഏതായാലും നാറ്റോ സഖ്യം ഇതിനെ കണക്ക് കൂട്ടുന്നത് ഒരു യുദ്ധ പ്രഖ്യാപനവുമായിട്ടാണ്. അതായത് റഷ്യ ഒരു വലിയ ഇൻവേഷൻ അല്ലെങ്കിൽ റഷ്യ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. അതിന് മുന്നോടിയായിട്ട് നടത്തുന്ന ഒരു ബല പരീക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു ബലം കാണിക്കലാണ്, അല്ലെങ്കിൽ ശക്തി പ്രകടനമായിട്ടാണ് ഈ സൈന്യാഭ്യാസത്തെ കാണുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ റഷ്യ, ഇറാൻ, ഒപ്പം തന്നെ ഇന്ത്യ, ചൈന തുടങ്ങിയ ഏഷ്യയിലെ പ്രബലന്മാരായ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് അടക്കമുള്ളിടത്ത് പ്രബലന്മാരായ രാജ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ലിത്വാനിയയിലും പോളണ്ടിലും സമാന്തരമായിട്ടൊരു സൈനികാഭ്യാസം നടത്താൻ നാറ്റോയും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നാറ്റോയും പോളണ്ടിലും ലിത്വാനിയയിലുമായി 2 വലിയ സൈനിക അഭ്യാസങ്ങൾ നടത്തും. അതോടുകൂടി തന്നെ ഈ യുദ്ധം ഉടൻ അവസാനിക്കില്ല എന്നും അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത്. ന്യൂസ് ഡെസ്ക്.